നമസ്കാരം. കേരളത്തിലിപ്പോൾ നല്ല ചൂട്. ആ ചൂടിനേക്കാളെല്ലാം ഉപരി കടിയുടെ ആക്രമണം, പാമ്പ് കടിച്ചുള്ള മരണങ്ങൾ, പാമ്പ് കടിച്ചുള്ള റിപ്പോർട്ടുകൾ അത് അതിഭയാനകമായിട്ട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരൊറ്റ ദിവസം തന്നെ കേരളത്തിൽ ഏകദേശം 8ഓളം പേരാണ് പാമ്പ് കടി ഏറ്റ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പാമ്പ് കടിച്ചുള്ള മരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പൊതുവായിട്ട് നമ്മൾ ചർച്ച ചെയ്തു പോയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പാമ്പ് കടി ഇപ്പോൾ അതിഭയാനകമായ രീതിയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ഒരൊറ്റ ദിവസം തന്നെ ഇതിനോടകം തന്നെ 8 പേരെ പാമ്പ് കടിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ ഇനി ഇതിന് ശേഷമുള്ള സമയങ്ങളിൽ പോലും ഇവിടെ ഇന്നേ ദിവസം തന്നെ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പ്രക്രിയ അനുദിനം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. ഇത് ശാസ്ത്രീയപരമായിട്ട് ഇതിന് ചൂടാണ് അല്ലെങ്കിൽ സൂര്യതാപമാണ് ഇതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ പോലും അതോടൊപ്പം തന്നെ ചില വിശ്വാസ ആചാരങ്ങളുടെ ഭാഗമായിട്ട് കൂടി ഇതിനെ ജനങ്ങൾ കാണുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയൊരു കൊള്ളയാണ് ശബരിമല കൊള്ള. അതായത് ശബരിമല ശാസ്താവിൻ്റെ സ്വർണവും പണവും മോഷ്ടിച്ച ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഭരണ കക്ഷിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന പല ഉന്നതന്മാർക്ക് പങ്കുണ്ടായിരുന്ന ആ ഒരു സംഭവത്തെ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ സ്വാധീനത്താൽ തന്നെ ആ പ്രതികളാക്കപ്പെട്ട എല്ലാവരും ഇപ്പോൾ ജാമ്യമെടുത്ത് അവർ പൊതുസമൂഹത്തിൽ വളരെ മാന്യന്മാരായിട്ട് സൂര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ദൈവകോപം പോലും ഉണ്ടായിട്ടുണ്ടോ എന്ന് വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ജനവിഭാഗം ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണോ ഇത്രയും അതിക്രൂരമായ പാമ്പുകളുടെ ആക്രമണം എന്ന് പോലും കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്ത ദിവസം തൃശ്ശൂരുണ്ടായ വെടിക്കെട്ട് അപകടം പോലും കൂടെ 10-15 പേരുടെ ജീവനാണ് അങ്ങോട്ട് ഒറ്റയടിക്കില്ലാണ്ടായത്. പക്ഷേ എങ്കിൽ പോലും കൂടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ പൂരം നടത്തേണ്ടിയിരുന്നു, അത് നടത്തി. അപ്പോൾ ഇവിടെയെല്ലാം വിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യം ഈ പൊതുസമൂഹം കൽപ്പിക്കുന്നതുകൊണ്ടുകൂടി ആ വിശ്വാസികളായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഈ ശബരിമല ശാസ്താവിൻ്റെ ഒരു ശാപം ആണോ ഇതുപോലുള്ള പാമ്പുകളുടെ ആക്രമണം എന്ന് പോലും ചിന്തിച്ചു കഴിഞ്ഞാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം പാമ്പ് കടിച്ചുള്ള മരണങ്ങൾ കുറേയധികം റിപ്പോർട്ട് ചെയ്യുന്നു. അതിനേക്കാളെല്ലാം ഒരു പാമ്പ് കടി ഏൽക്കുന്ന സംഭവങ്ങൾ അതിന് 4 ഇരട്ടി, അല്ലെങ്കിൽ ഇന്ന് ഒരൊറ്റ ദിവസം തന്നെ 8 പേരെ പാമ്പ് കടിച്ച് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ പാമ്പുകളെ കണ്ടെത്തുന്നതിന് പിന്നെ കയ്യും കിടക്കില്ല. ഇന്ന് ഒരൊറ്റ ഭവനത്തിൽ നിന്ന് തന്നെ കോഴിക്കോട് ഒരു വീട്ടിൽ നിന്നും വെള്ളിക്കെട്ടൻ എന്ന പാമ്പ് 5 എണ്ണത്തിനെയാണ് ഒരു വീടിനുള്ളിൽ നിന്നും കണ്ടെത്തി. അത് നല്ല പണി തീർന്ന് നല്ല കൊള്ളാവുന്ന നല്ല രീതിയിൽ പണിതിരിക്കുന്ന ഒരു വീട്ടിൽ നിന്നാണ്. അവർ നല്ല ടൈൽസൊക്കെ ഇട്ട് നല്ല അടച്ചുറപ്പുള്ള വീട്ടിൽ നിന്നാണ് ഈ 5 പാമ്പുകളെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇപ്പോൾ പല വീടുകളിൽ നിന്നും, ഇപ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് മാത്രമല്ല പല വീടുകളിൽ നിന്നും ഇങ്ങനെ പാമ്പുകളെ കണ്ടെത്തുന്നു, പാമ്പിൻ്റെ കടിയേൽക്കുന്നു, പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ശബരിമല ശാസ്താവിൻ്റെ ഒരു ശാപം ഇവിടെ ഉണ്ടാകുന്നുണ്ടോ എന്ന് വിശ്വാസ സമൂഹം ചിന്തിക്കുന്നു. അതിനകത്ത് ശാസ്ത്രീയപരമായിട്ട് നമ്മൾ അതിനെ വലിയ അടിത്തറയൊന്നും പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇവിടെ വിശ്വാസികളുടെ ഇടയിൽ, കാരണം വിശ്വാസം, ആചാരം ഇതൊക്കെ പൊതുസമൂഹത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. കാരണം പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉള്ളപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനം ഉണ്ട് എന്ന് ഇവിടെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഈ ശബരിമല ശാസ്താവിൻ്റെ ഒരു കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ശബരിമല ശാസ്താവിൻ്റെ സ്വർണം പണവും മോഷ്ടിച്ചവരൊക്കെ ഇന്നും പൊതുസമൂഹത്തിൽ വളരെ മാന്യന്മാരായിട്ട് നടക്കുന്നു. അവർക്കല്ല ഇവിടുത്തെ ഭരണകൂടം വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊതുസമൂഹം വിലയിരുത്തിയിരിക്കുന്നത്. കാരണം കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടാണ് ഇവർക്കെല്ലാം സ്വാഭാവികമായിട്ട് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചത്. അതിൻ്റെ ഫലമായിട്ട് അവരെല്ലാം വളരെ മാന്യന്മാരായിട്ട് സ്വൈര്യവിഹാരം നടത്തുമ്പോൾ ഇത്രയും ഒരു ഭീകരക്കൊള്ളയ്ക്ക് പോലും കൂടെ ഇവിടെ സർക്കാർ സംവിധാനത്തിന് അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ നന്മയും അതുപോലെ തന്നെ നീതിക്കും വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ശബരിമല ശാസ്താവിൻ്റെ ശാപം ഈ വിഷയങ്ങളിൽ, അതായത് ഈ പാമ്പിൻ്റെ ഈ ഒരു ആക്രമണത്തെ ആ രീതിയിൽ വിശ്വാസ സമൂഹം കണ്ടു കഴിഞ്ഞാൽ ആരെ ഒരിക്കലും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടൊക്കെ കൂടിയാണ് എന്നാണ് ഇപ്പം പലരും ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ വന്നിരിക്കുന്ന പൊതുവിശ്വാസികളുടെ ഇടയിൽ നിന്നും വന്നിരിക്കുന്ന ചില നിരൂപണങ്ങൾ, അതാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ റിപ്പോർട്ടായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വിശ്വാസികളുടെ ഇടയിൽ അത്തരം ഒരു വിശ്വാസം അതിശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അതായത് ശബരിമല ശാസ്താവിൻ്റെ സ്വർണം കൊള്ളയടിച്ച് ആ ഭീകര കൊള്ളയെ പോലും കൂടെ ഇവിടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട്
ശബരിമല ശാസ്താവിൻ്റെ ശാപമാണോ ഇത്തരം പാമ്പുകളുടെ ആക്രമണങ്ങൾ എന്ന് പോലും കൂടെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യം. കാരണം അത്ര ഭീകരക്കൊള്ള ആ വിശ്വാസികളുടെ നെഞ്ചിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു മുറിവുണ്ടാക്കിയൊരു സംഭവമാണ് ശബരിമല കൊള്ള എന്ന് പറയുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ള. അപ്പോൾ അത്തരം ആക്രമണങ്ങൾ പോലും കൂടെ അല്ലെങ്കിൽ അത്തരം കൊള്ളകൾ പോലും കൂടെ ഇവിടെ നിയന്ത്രിക്കാനായിട്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സർക്കാർ ജനങ്ങളെ സേവിക്കാനായിട്ട് ഇരിക്കുന്നത് എന്ന് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ശബരിമല ശാസ്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഒരു കോപം പോലും സ്വാഭാവികമായിട്ട് ഈ രീതിയിലേക്ക് ഉരുത്തിരിയുന്നുണ്ട് എന്നാണ് വിശ്വാസികളുടെ ഇടയിൽ ഒരു ചർച്ച ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇപ്പോൾ ഇങ്ങനെയൊന്ന് സൂചിപ്പിക്കാനായിട്ടുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്നിപ്പം എത്ര സ്ഥലങ്ങളിലാണ് ഈ പാമ്പുകളുടെ ആക്രമണം. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ശരി, ഇതിനു മുമ്പ് സമൂഹത്തിൽ ചൂട് ഇതിനു മുമ്പ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലൊരു ആക്രമണങ്ങൾ, പാമ്പുകളുടെ ആക്രമണങ്ങൾ എവിടെയെങ്കിലും കേട്ടുകേൾവി പോലും നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ പാമ്പുകൾ എത്ര വനങ്ങളിലൊക്കെ തണുപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകളല്ല ഇപ്പോൾ ഭവനങ്ങളിലാണ്. എന്നാൽ ഈ പാമ്പുകളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൊന്നൊടുക്കാനോ അതിനുള്ള ഒരു സംവിധാനങ്ങളൊന്നും സർക്കാർ അനുവദിക്കുന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മനുഷ്യനെ പാമ്പ് കടിച്ചു എന്ന് കഴിഞ്ഞാലും സർക്കാരിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും മനുഷ്യൻ ഒരു പാമ്പിനെ തല്ലിക്കൊന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ അവനെതിരെ അതികഠിനമായ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യും. ഇത്തരം കാര്യങ്ങളിനകത്ത് സർക്കാരിൻ്റെ ഒരു ഉദാസീനത അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളിലെ ഒരു ഉദാസീനത കൂടി നമ്മൾ എടുത്ത് കാണേണ്ടതുണ്ട്. കാരണം ആത്യന്തികമായി മനുഷ്യൻ്റെ ജീവനും ജീവിതവുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. പാമ്പുകളുടെ പ്രജനനം എന്ന് പറയുന്നത് അതിരൂക്ഷമാണ്. പ്രത്യേകിച്ച് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന പാമ്പുകളൊക്കെ കാട്ടിൽ കൊണ്ട് വിടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ എവിടെ കൊണ്ട് തുറന്നു വിടുന്നു എന്നുള്ളതൊന്നും ജനങ്ങൾ കാണുന്നില്ല. ഇതിപ്പോൾ പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിടിക്കുന്നിടത്തു നിന്നും ഒരു 2 കിലോമീറ്റർ മാറി വേറെ എവിടെയെങ്കിലും തുറന്നു വിടുന്ന ഒരു രീതി. അങ്ങനെ ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം കൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ തന്നെ വനം വകുപ്പിനെ തടഞ്ഞു വെച്ചൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുസമൂഹം പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു പാമ്പുകൾ ഇപ്പോൾ നമുക്കറിയാം, ഒരു അണലിയൊക്കെ പ്രസവിക്കുന്ന സമയത്ത് ശരാശരി 30, 40, 50 കുഞ്ഞുങ്ങളൊക്കെയാണ് ഒരൊറ്റ പ്രാവശ്യം തന്നെ പ്രസവിച്ചിടുന്നത്. അപ്പോൾ ഈ പ്രസവിച്ചിടുന്ന കുഞ്ഞുങ്ങൾ പ്രസവിച്ചിട്ട ഉടനെ തന്നെ അത്രയും ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും കൂടെ ഒരു നൂൽപ്പുഴുവിൻ്റെ അത്രയേ ഉള്ളൂ എങ്കിൽ പോലും കൂടെ ആ ചെറിയ ഒരു അണലിക്കുഞ്ഞ് പോലും കൂടെ ഒരു മനുഷ്യനെ കടിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരിക്കത്തക്കവണ്ണമുള്ള വിഷം ആ അണലിക്കുഞ്ഞിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ള ഒരു ജീവികളാണ് ഇതൊക്കെ. അപ്പോൾ ഇവയുടെയൊക്കെ ഈ പ്രജനനം ഇങ്ങനെ അതിഭയാനകമായി വർദ്ധിച്ചു വരുമ്പോൾ ഇവയൊക്കെ നശിപ്പിക്കാനായിട്ട് എന്തുകൊണ്ട് സർക്കാർ അതിനുള്ള സംവിധാനം ഒരുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. കാരണം മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല, എന്നാൽ പകരം ഈ പാമ്പുകൾക്കും അല്ലെങ്കിൽ തെരുവ് നായ്ക്കൾക്കും ഇതുപോലുള്ള ജീവികൾക്കുള്ള ജീവന് ഭയങ്കര പ്രാധാന്യം നൽകുന്നു. അങ്ങനെയാണ് എങ്കിൽ ഇനി സർക്കാരിനോട് പൊതുസമൂഹത്തിന് പറയാനുള്ളത് കൊതുകുകളെ കൊല്ലരുത് എന്നൊരു നിയമങ്ങളെ കൂടി ഇറക്കണം എന്നാണ് പൊതുസമൂഹത്തിന് പറയാനുള്ളത്. കാരണം അങ്ങനെയാണെങ്കിൽ ഈ പാമ്പിൻ്റെ ജീവനും തെരുവ് നായയുടെ ജീവനും ഒക്കെ തുല്യമാണെങ്കിൽ പിന്നെ കൊതുകിൻ്റെ ജീവനും അതുപോലെ തന്നെ ഇല്ല എന്നും കൂടെ ഒരു ചോദ്യം ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും ശരി, ഇതിനകത്ത് പൊതുസമൂഹത്തിൻ്റെ വികാരം അതിശക്തമാണ്. സർക്കാർ ഇവിടെ വെറും നിഷ്ക്രിയമായിട്ടിരിക്കുന്നു എന്നുള്ളതും കൂടെ എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയമായിട്ട് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നന്ദി.